എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1477 ദിവസത്തെ മലയാളം വിഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യം ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ PK മാമൻ, BHMS, NHM മെഡിക്കൽ ഓഫീസർ, ഹോമിയോപ്പതി ആയുഷ് മിഷൻ പ്രൈമറി ഹെൽത്ത് സെന്റർ, പുനക്കര ഗ്രാമപഞ്ചായത്ത്, കായംകുളം. IHKയുടെ മുൻ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി. 30 വർഷത്തെ ചികിത്സാ പരിചയം. വിഷയം എന്റെ ചികിത്സാ അനുഭവങ്ങൾ. ശരിക്കും ഡോക്ടർ മാമൻ ഇന്നൊരു അതിഥിയാണ്. കാരണം തിഥി ഇല്ലാതെ വരുന്നവരാണ്, പെട്ടെന്ന് വരുന്നതാണെന്ന് യാതൊരു പ്രതീക്ഷ. മെനഞ്ഞാന്നാണ് ധനയൻ ഡോക്ടർ ഇടുത്തി പോലത്തെ ഒരു വിളി വരുന്നത്, തിങ്കളാഴ്ചക്ക് ഒരാളിനെ വേണമെന്ന്. പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത് നമ്മുടെ സൗമ്യമുഖമായ ഡോക്ടർ മാമനെ തന്നെയാണ്. മാമൻ ഡോക്ടറെ വിളിക്കുകയുണ്ടായി. എന്തായാലും അദ്ദേഹം ഹൃദയപൂർവ്വം സമ്മതിച്ചു. അപ്പോൾ ഈ സെഷനിലേക്ക് ഡോക്ടർ മാമനെ സ്വാഗതം ചെയ്തു. പറഞ്ഞ അതിഥിയുടെ അർത്ഥം എന്നാ മനസ്സിലാകാതെ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ് ഡോക്ടർ മനോജ്. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഗുഡ് ഈവനിങ്. കുറെ അതായത് ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് വരാനായിട്ട് സാധിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഇപ്പൊ ഓണം ഒക്കെ ഇരുന്ന് ഓണത്തിനിടയിലാണ് പെട്ടെന്നൊരു വിളി വന്നത്. ഞാൻ കരുതി ഓണാശംസകൾക്ക് വേണ്ടി വിളിച്ചതായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോഴാണ് അതൊരു ശരിക്കും പറഞ്ഞ മനോജ് പറഞ്ഞ പോലെ ഒരു ഇടുത്തി തന്നെ ആയിരുന്നു. എങ്കിലും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നത് കൊണ്ട് അപ്പൊ പെട്ടെന്ന് സന്തോഷപൂർവ്വം അത് ഏറ്റെടുക്കാനായിട്ട് ഒരു മനസ്സ് വന്നു. എന്തായാലും ഈ ഒരു ഓണം സെക്ഷനോടനുബന്ധിച്ച് തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഈ ഒരു IFPHന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരെയും ഒന്നുകൂടൊന്ന് കാണുവാനും എല്ലാവരുമായിട്ടൊന്ന് സംവദിക്കാനുള്ള ഒരു അവസരം കൂടി തന്നതിന് ആദ്യമായിട്ട് IFPHന്റെ പ്ലാറ്റ്ഫോമിനോട് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ധനേഷ് ഡോക്ടറും എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഓക്കെ. ഡോക്ടർ ഉണ്ടോ? ഇന്ന് വന്ന് ജോയിൻ ചെയ്തിട്ട് എന്തോ അത്യാവശ്യമായിട്ട് പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോ നമുക്ക് എന്നാ ഇനിയിപ്പോ സെഷനിലോട്ട് കടക്കാം അല്ലേ? കടക്കാം. ഓക്കെ. അപ്പോ ഇന്ന് എന്തായാലും ഇന്ന് ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ഈ അടുത്ത സമയത്ത് ഒരു വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു അച്ഛന്റെ കേസാണ്. ഒരു പള്ളിയിലെ അച്ഛനാണ് അദ്ദേഹം. നമ്മുടെ ഡിസ്പെൻസറിയുടെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ദേവാലയത്തിലെ വൈദികനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ചാരിറ്റബിൾ സൊസൈറ്റിയും അതുപോലെ തന്നെ ഈ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കെയർ ഹോം നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ മാനേജരും അതിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു വൈദികനാണ്. അപ്പൊ തീർച്ചയായിട്ടും അച്ഛന് എൻ്റെ അടുക്കല് വന്നത് അദ്ദേഹത്തിന്റെ ഒരു കസിൻ പറഞ്ഞതിന് പ്രകാരമാണ് എൻ്റെ അടുക്കലേക്ക് എത്തിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടി എന്തൊക്കെയോ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നതാണ്. അപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ കേസ് കൈകാര്യം എടുത്തപ്പോൾ അപ്പൊ അദ്ദേഹത്തിന് ചോദിച്ചു എന്താണ് അച്ഛന്റെ പ്രശ്നം എന്താണ്. കാരണം വളരെ ചെറുപ്പക്കാരനായ ഒരു അച്ഛനാണ്. അപ്പൊ വളരെ ഊർജ്ജസ്വലതയോട് ഓടി നടക്കുന്ന ഒരു അച്ഛനാണ്. കാരണം അതുകൊണ്ടാണ് ഈ അതായത് കെയർ ഹോം ഒക്കെ വളരെ ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛന്റെ ഡീറ്റെയിൽസ് അച്ഛൻ കുറേ കാര്യങ്ങൾ എൻ്റെ അടുക്കൽ പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാനായിട്ട് വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ്. അതോടൊപ്പം തന്നെ പുറത്തോട്ടൊക്കെ പോയി, അതായത് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലൊക്കെ പോയി സേവനമൊക്കെ ചെയ്തിട്ടുള്ള ഒരു അച്ഛനുമാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കുറെ അനുഭവങ്ങളും ഒക്കെ ഇദ്ദേഹത്തിന്റെ ഇതിലുണ്ട്. എങ്കിൽ പോലും ഇദ്ദേഹം നമ്മുടെ അടുക്കൽ വരുമ്പോ തന്നെ അദ്ദേഹത്തിന് എന്തോ ഒരു പ്രയാസം, മനസ്സിന് ഒരു വല്ലാത്ത പ്രയാസം ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താണ് പ്രശ്നം എന്താണ്? അപ്പൊ പറഞ്ഞു, ഞാൻ വളരെ നാളുകളായിട്ട് ഒരു വയറിന് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് അബ്ഡോമിനൽ കംപ്ലൈൻസ് അനുഭവിക്കുന്ന ഒരാളാണ്. കുറെ നാളുകൾ കൊണ്ട് ഞാൻ പല മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചു. പക്ഷെ എനിക്ക് ഈ അലോപ്പതിക് മെഡിസിൻസ് കൂടുതലായിട്ട് കഴിക്കാനായിട്ട്
പറ്റുന്നില്ല. കാരണം അത് കഴിക്കുമ്പോൾ തന്നെ എൻ്റെ വയറിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഞാൻ അലോപ്പതി മെഡിസിൻ കഴിക്കാനായിട്ട് അത്ര താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലേക്ക് കടന്നു വരാൻ. നേരത്തെയും അച്ഛൻ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ ഒരു കസിൻ പറഞ്ഞതിന് പ്രകാരമാണ് എൻ്റെ അടുക്കലേക്ക് വന്നത്. തീർച്ചയായിട്ടും അപ്പോ ഞാൻ അച്ഛനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. പറഞ്ഞത് അദ്ദേഹത്തിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു മാനസികമായിട്ട് ഒരു അതായത് പ്രയാസം, അതായത് അബ്ഡോമിനൽ കംപ്ലൈൻസ് റിലേറ്റഡ് ആയിട്ട് മാനസികമായ ഒരു പ്രയാസമുണ്ട്. അപ്പൊ ആ പ്രയാസത്തിൽ നിന്നും അദ്ദേഹത്തിന് ഡയറിയ സ്ഥിരമായിട്ട് വരുന്ന ഒരു പ്രകൃതമായിരുന്നു. അപ്പോ ഇതിന് ശേഷം അദ്ദേഹത്തിന് എല്ലാ ദിവസവും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് കുറെ നാളായിട്ട് എല്ലാ ദിവസവും ഡയറിയ ഇങ്ങനെ വന്ന് വരികയാണ്. അത് ഏത് ഫുഡ് കഴിച്ചാലും ഡയറിയാണ് എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അദ്ദേഹത്തിനോട് അച്ഛന്റെ ഫാമിലി ഹിസ്റ്ററിയും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. അപ്പൊ വീട്ടില് അദ്ദേഹത്തിന് വളരെ അദ്ദേഹം ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് അതിനകത്ത് മനസ്സിലായത്. അപ്പൊ എങ്കിൽ തന്നെയും വീട്ടിലെ കാര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ ഭംഗിയായിട്ടും വളരെ ചിട്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഏത് കാര്യത്തിനും വളരെ ഉത്സാഹപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ. പക്ഷേ എങ്കിൽ തന്നെയും അദ്ദേഹത്തെ മനസ്സിൽ എപ്പോഴും ഒരു ഫിയർ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഇദ്ദേഹത്തിനോട് കൂടുതൽ ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഈ മുകളിലേക്കൊക്കെ കയറുന്നതും ഒക്കെ ഭയങ്കര പേടിയാണ്, അതായത് ഹൈറ്റിലേക്ക് പോകുന്നതൊക്കെ പേടിയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ കേസ് എടുത്തപ്പോഴും എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ തോന്നിയത് അർജന്റം നൈട്രിക്കം തന്നെയാണ്. അപ്പൊ ഞാൻ അർജന്റം നൈട്രിക്കം ലോവർ പൊട്ടൻസി അദ്ദേഹത്തിന് കൊടുത്തു. 30 പാക്കറ്റ് പൊതിഞ്ഞ് കൊടുത്തു. അദ്ദേഹം അത് കഴിച്ചു. അത് കഴിച്ച് അതിന്റെ കൂടെ നാട്രംഫോസ് 6 കൊടുത്തു. അപ്പൊ ഗ്യാസ്ട്രൈറ്റിസ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ അതിനെ കൈകാര്യം ചെയ്തത്. അപ്പോ അത് കൊടുത്ത് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞ് വരാനായിട്ട് പറഞ്ഞു. അപ്പോ ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛന് തിരിച്ചു വന്നു. തിരികെ വന്നു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ഗ്യാസ്ട്രൈറ്റിസിന്റെ കംപ്ലൈൻസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോ ഗ്യാസ്ട്രൈറ്റിസിന്റെ കംപ്ലൈന്റ് കുറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കരമായ തലവേദന അദ്ദേഹം പറഞ്ഞു. അപ്പൊ തലവേദന വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഗ്യാസ്ട്രിക് ഹെഡേക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ മെഡിസിൻ അർജന്റൻ നൈട്രിക്കം 30 ആണ് കൊടുത്തത്. അത് ഞാൻ മെഡിസിൻ മാറ്റാൻ പോയില്ല. അദ്ദേഹത്തിന് അർജന്റൻ നൈട്രിക്കം 200 കൊടുത്തു. അപ്പൊ 200 കൊടുത്തപ്പോഴത്തന്നെ അദ്ദേഹത്തിന് അത് ഒരാഴ്ച കഴിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് തലവേദനയും അസ്വസ്ഥതകളും ഒക്കെ മാറി എന്ന് പറഞ്ഞു. പക്ഷേ ഗ്യാസ്ട്രൈറ്റിസ് കുറച്ചുകൂടെ വ്യത്യാസം വരാനുണ്ട്, അദ്ദേഹത്തിന് ശരിക്കും അങ്ങോട്ട് മാറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് മെഡിസിൻ അർജന്റൻ നൈട്രിക്കം 200 കൊടുത്തു. അതിനുശേഷം ഞാൻ അർജന്റൻ നൈട്രിക്കം 1 ഹൈപ്പോട്ടൻസിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നല്ല റിലീഫ് വന്നു. പക്ഷെ അദ്ദേഹം അപ്പോഴാണ് പറയുന്നത് ഇദ്ദേഹത്തിന് ഒരു ഏനൽ ഫിസ്റ്റുല ഉണ്ടായിരുന്ന കാര്യം അദ്ദേഹം പറയും. അപ്പൊ അതുവരെയും അദ്ദേഹം അതിനെപ്പറ്റി ഏനൽ ഫിസ്റ്റുലയെ പറ്റി ഒന്നും പറയുന്നില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞ് ഞാനത് ചോദിച്ചു എങ്കിൽ പോലും പക്ഷെ അദ്ദേഹം ഇത് കാരണം അദ്ദേഹത്തിന് വിചാരിച്ചിരുന്നത് ഇത് എല്ലാം പറയേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ ഗൗനിച്ചത്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം കുറെ നാളായിട്ട് ഈ ഏനൽ ഫിസ്റ്റുല കംപ്ലൈന്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മനസ്സിലായി. അപ്പോ അദ്ദേഹം അതിനെപ്പറ്റി കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ ലൂസ് സ്റ്റൂൾസ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റിസും ഡയറിയയും ഒക്കെ വർഷങ്ങളായിട്ട് ഇങ്ങനെ വന്ന് അദ്ദേഹത്തിന് ഈ തരത്തിലേക്ക്, അതായത് ഏനൽ ഫിസ്റ്റുല ഡെവലപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തി. അപ്പോ ഞാനത് മെഡിസിൻ ഒന്ന് ചേഞ്ച് ചെയ്തു. അർജന്റൻ നൈട്രിക്കം 1 അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ സിലീഷ്യ 30 അപ്പോ സിലീഷ്യ 30 കൊടുത്തു. ഏകദേശം പക്ഷെ അതിനകത്തിൽ വലിയ വ്യത്യാസമൊന്നും വരുത്തില്ല. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ സിംറ്റംസിൽ നിന്നും
അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായത് അത് സിലീഷ്യയുടെ ഒരു നേച്ചർ അദ്ദേഹത്തിന് കണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ പൊട്ടൻസി ചേഞ്ച് ചെയ്യാനായിട്ട് തോന്നിയില്ല. കാരണം ഈ ഗ്യാസ്ട്രൈറ്റിസിനകത്ത് അപ്പൊ ഇത് മ്യൂക്കസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെന്ന് നമുക്ക് പറഞ്ഞു. അപ്പോ ഞാൻ സിലീഷ്യ ഹൈപ്പോട്ടൻസിയിലേക്ക് ചേഞ്ച് ചെയ്തു. സിലീഷ്യ വണ്ണം കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഈ ഏനൽ ഫിസ്റ്റുല കംപ്ലൈന്റ് ഒരു 2 മാസം മെഡിസിൻ കഴിച്ചതിന് ശേഷം ഏനൽ ഫിസ്റ്റുല അദ്ദേഹത്തിന് വളരെ പരിപൂർണമായിട്ട് അദ്ദേഹത്തിന് നല്ല ചേഞ്ച് വന്നു. അദ്ദേഹം വളരെ ഹാപ്പി ആയി. ഇതോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ഗ്യാസ്ട്രിക് കംപ്ലൈന്റും കുറെ നല്ല രീതിയിൽ മാറ്റം വന്നു. അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് വന്നു. വളരെ സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ ഞാൻ പിന്നെ അത് സിലീഷ്യ വണ്ണം ഇടയ്ക്ക് റിക്കറന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ട് അർജന്റീൻ നൈട്രിക്കും ഇടയ്ക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. എങ്കിൽ ഏകദേശം ഒരു വർഷത്തോളമായി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പരിപൂർണമായിട്ടും ഗ്യാസ്ട്രൈറ്റിസ് മാറി എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ സന്തോഷവാനാണ്. ആ തരത്തില് നമ്മുടെ ഏനൽ ഫിസ്റ്റുല കംപ്ലൈന്റ് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. സിലീഷ്യ ആണ്. പിന്നെ ഞാൻ സിലീഷ്യ വണ്ണം കൊടുത്തു. അതിനുശേഷം ടെന്നം ഒരു ഡോസ് കൊടുത്ത് ഇപ്പൊ നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷം മെഡിസിൻസ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് കംപ്ലൈന്റ്സ് എല്ലാം കുറഞ്ഞു. ഡിസ്ചാർജസ് ഒന്നും ഇല്ല. ഫിസ്റ്റുലയൊക്കെ വളരെ അതെല്ലാം ഹീലായി. പിന്നെ അതിന്റെ ബോയിൽസ് ആയിട്ട് പരുവായിട്ട് ഒന്നും വന്നിട്ടില്ല. വളരെ നല്ല രീതിയിൽ അത് വ്യത്യാസം വരുന്നു എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഒരു കേസ് ഒരു വർഷം മുമ്പ് വന്നൊരു കേസാണ്. എന്തായാലും ദൈവത്തിന്റെ കൃപ കൊണ്ട് വളരെയധികം അതായത് ഹോമിയോപ്പതി മെഡിസിൻ വളരെ പ്രവർത്തിച്ച് ഉള്ളൊരു കേസ് അനുഭവമാണ് എനിക്ക് കിട്ടിയത്. അതോടൊപ്പം തന്നെ അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് ഒരു പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഏതാണ്ട് 54 വയസ്സുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു മിലിറ്ററിയിലൊക്കെ സർവീസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം നാട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് അങ്ങനെ വർക്ക് ചെയ്യുകയാണ്. അപ്പോ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലുകൾക്ക് രണ്ട് കാലുകളും നീര് വന്നു. അപ്പൊ നീര് വന്നതിന് ശേഷം ഇദ്ദേഹം ഈ സെക്യൂരിറ്റി പണി ഇദ്ദേഹത്തിന് പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ഞാൻ വള്ളികുന്നം ഹോമിയോ ഡിസ്പെൻസറിയിലാണ് സേവനം ചെയ്യുന്നത്. അപ്പോ ഞാൻ വള്ളികുന്നത്ത് ചാർജ് എടുക്കുന്ന ആ സമയത്താണ് ഇദ്ദേഹം ആദ്യമായിട്ട് ക്ലിനിക്കിലേക്ക് വരുന്നത്. അപ്പൊ എനിക്ക് ആ വള്ളികുന്നം പ്രദേശത്ത് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു കേസാണ്. അപ്പൊ ഞാനത് അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാല് രണ്ടും അദ്ദേഹത്തിന് നീരായതുകൊണ്ട് ഈ സെക്യൂരിറ്റി പണിക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇനി എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം അങ്ങനെ സെക്യൂരിറ്റി പണി ചെയ്തതിന് ശേഷം അദ്ദേഹം പെട്രോൾ പമ്പിൽ കുറച്ച് നാള് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തു. ഈ പെട്രോൾ പമ്പിലും ഇതേ പ്രശ്നം തന്നെയാണ്. കാരണം കൂടുതൽ സമയം നിൽക്കേണ്ട ഒരു ഗതികേട്. അപ്പോഴാണ് ഈ കാലിന് നീര് നല്ലതായിട്ട് അതായത് ശരിക്കും വെരിക്കോസൈറ്റിസ് പോലെ, അതായത് വെരിക്കോസ് വെയിൻ എൻലാർജ്ഡ് ആയിട്ട്. അതായത് ഞാനപ്പോ അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്ക് എന്തായാലും കാലുകൾക്ക് രണ്ടുപേർക്കും നല്ല നീരുണ്ട്, നമുക്കൊരു ഡോപ്ലർ സ്കാൻ നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ട് ഡോപ്ലർ സ്കാൻ ചെയ്യിച്ചു. ഇപ്പോഴും ശരിക്കും അദ്ദേഹത്തിന്റെ വെയിൻസ് നല്ലതായിട്ട് ബ്ലോക്കാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ കാര്യം, അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല, എങ്കിൽ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു സംസാരപ്രിയനാണെന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് ഞാൻ ലാക്ടോസിസ് 1 ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ലാക്ടോസിസ് 1 കൊടുത്തതിന് ശേഷം കാൽക്കേറിയ ഫ്ലൂർ 6X കൂടെ കൊടുത്തു. അപ്പോ അദ്ദേഹത്തിന് ആ ലാക്ടോസിസ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കാലില് ഉണ്ടായിരുന്ന കുറച്ച് പുകച്ചിലും അസ്വസ്ഥതകളും ഒക്കെ നന്നായിട്ട് മാറി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അത് കൂടുതൽ കേസ് എടുക്കാനായിട്ട് തോന്നി. അപ്പൊ അദ്ദേഹത്തിന്റെ നീര് മാറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ജോലി ചെയ്യുകയും വേണം. അദ്ദേഹത്തിന്റെ ഈ എവിടെങ്കിലും ഒരു ആസ്ഥാനം ഉണ്ടാകുകയും വേണം. കാരണം അദ്ദേഹം എന്നോടുക്കല് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം, ജോലി ചെയ്യാതെ എനിക്ക് ജീവിക്കാനും പറ്റത്തില്ല, അതുകൊണ്ട് എവിടെങ്കിലും ഒരു ജോലിയും ചെയ്യാം. അപ്പോ ഞാൻ അദ്ദേഹത്തിനടുക്കല് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് നോക്കാം, എന്തായാലും മെഡിസിൻ കഴിക്കുക എന്ന് പറഞ്ഞ്
ഞാൻ ഇദ്ദേഹത്തിന്റെ കാല് നീര് മാറാനായിട്ട് ബൊറേവിയ ഡിഫ്യൂസ ടിഞ്ചർ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ലാക്കസസ് 1 കൊടുത്തു, കാൽക്കറി ഫ്ലോർ 6 കൊടുത്തു. അതോടൊപ്പം തന്നെയാണ് ബൊറേവിയ ഡിഫ്യൂസ ടിഞ്ചർ. ഈ ബൊറേവിയ ഡിഫ്യൂസ ടിഞ്ചർ കഴിച്ചതിന് ശേഷം എന്തായാലും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഈ കാലിലെ നീര് പെട്ടെന്ന് വലിഞ്ഞു. കാലിലെ നീര് വലിഞ്ഞ് അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് വളരെ സന്തോഷമായി. കാരണം ഇദ്ദേഹം നമ്മുടെ അടുക്കൽ നിൽക്കുന്നവർ, അതായത് ഹോമിയോപ്പതി മെഡിസിൻ അതുവരെയും അദ്ദേഹം ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് ഒരു രോഗം ഭേദമാകും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് മനസ്സിന് ഒരു പ്രയാസമായിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിന് ശരിക്കും ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മനോഭാവം വന്നതോടുകൂടി അദ്ദേഹം ഹോമിയോപ്പതിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും എന്നുള്ള ഒരു അനുഭവത്തിലേക്ക്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഇപ്പൊ മെഡിസിൻ ഒക്കെ തന്നു, എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൂടെ എനിക്ക് ഉണ്ടാക്കി തരണമെന്ന്. അപ്പൊ ഞാൻ എന്താ ജോലി തരാൻ, എനിക്ക് ജോലി തരാനെന്ത്, ഞാനിപ്പോ മെഡിസിൻ തന്ന് നമ്മുടെ കാലയിലെ വേദനകളും അസ്വസ്ഥതകളും ഒക്കെ കുറയ്ക്കാം, പക്ഷെ ജോലിയും കൂടെ തരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമോ. അപ്പോ അപ്പൊ ഞാൻ എന്റെ അടുത്ത ഒരു സുഹൃത്തിന്റെ അടുക്കൽ ഞാൻ ഇദ്ദേഹത്തിനെ പറ്റി പറയുകയും, അപ്പൊ അദ്ദേഹം ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു കടയിൽ ജോലിക്ക് വേണ്ടിയിട്ട് എന്തായാലും പുള്ളിയെ കയറ്റിയിരുത്തി. എന്തായാലും നമ്മുടെ ഈ പ്രൊഫഷന്റെ കൂടൊപ്പം തന്നെ നമ്മളെ ഒരു ജോലിയും കൂടെ അന്വേഷിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തി. എങ്കിൽ തന്നെ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ അദ്ദേഹത്തിന് ഒരു പ്രൊഫഷൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് ഒരു പ്രയാസം അതും കൂടെ മാറി കിട്ടിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മനസ്സിന് സന്തോഷം ഉണ്ടാവും. അതുവരെയും അദ്ദേഹത്തിന് ആ മനസ്സിന് സന്തോഷം ഉണ്ടാകും. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഈ ബൊറേവിയ ഡിഫ്യൂസ ടിഞ്ചർ ഇത് അദ്ദേഹത്തിന് അങ്ങ് പിടിച്ചുപോയി. ഈ ബൊറേവിയ ഡിഫ്യൂസ ടിഞ്ചർ അദ്ദേഹത്തിന് അങ്ങ് പിടിച്ചു. കാരണം അതോടുകൂടി അദ്ദേഹത്തിന്റെ കാലിലെ നീര് മാറി അദ്ദേഹം വള്ളൂന്നം പ്രദേശത്ത് നടന്നു പറയാൻ തുടങ്ങി. ഈ ഹോമിയോ മരുന്ന് കഴിച്ചാൽ വേരിക്കോസ് വെയിന് നല്ല ട്രീറ്റ്മെന്റ് ആണ് ഹോമിയോപ്പതിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വള്ളിയൂന്നം പ്രദേശത്ത് നല്ലൊരു പബ്ലിസിറ്റി, അതായത് ജോയിൻ ചെയ്ത ഒരു സന്ദർഭവും കൂടെ ആയതുകൊണ്ട് ശരിക്കും നല്ലൊരു പബ്ലിസിറ്റി ആയിരുന്നു. നമ്മൾ ഏതാണ്ട് ഈ വേരിക്കോസ് വെയിൻ കംപ്ലൈന്റ് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറായിട്ട് അങ്ങ് മാറി. അപ്പോൾ എന്തായാലും പറയാനുള്ള നിവർത്തി, കാരണം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ പറ്റി ആ ജംഗ്ഷനിൽ തന്നെ ഒരു പേരായി, അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേരിക്കോസ് വെയിൻ മാറ്റിത്തരും എന്നുള്ള നിലയിൽ. അപ്പൊ തൊട്ടടുത്ത കടകളിൽ 1-2 കടകളുണ്ട്. ആ കടകളിലെല്ലാം ഉള്ളൊരു സ്ത്രീയുണ്ട്. ആ പുള്ളിക്കാരി വരുന്നവരെല്ലാം വേരിക്കോസ് വെയിൻ ആണ് അവരുടെ ചായക്കടയിൽ ഇരുന്ന് വർത്താനം പറയുന്നവരെല്ലാം ഉന്തിത്തള്ളി ഹോമിയോപ്പതി മരുന്ന് കഴിക്കാനായിട്ട് നമ്മുടെ ക്ലിനിക്കിലോട്ട് വിടുന്ന ഒരു അനുഭവം കിട്ടി. എന്തായാലും അദ്ദേഹം ജോലിയും കിട്ടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പറഞ്ഞു, എനിക്ക് ജോലി ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, എന്നാലും ഒരു കാര്യം, നമുക്കൊരു കട അങ്ങ് തുടങ്ങാമെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ആരെങ്കിലും സഹായിക്കാൻ, അതായത് ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ സാമ്പത്തികമായിട്ട് വലിയ ഇതൊക്കെയാണ്, ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് സാമ്പത്തികം തരാം, നമുക്കൊരു കട അങ്ങ് തുടങ്ങാം എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ടൊരു പച്ചക്കറി കട, വെജിറ്റബിൾ കട നമ്മുടെ തൊട്ടടുത്ത് തന്നെ തുടങ്ങി. എനിക്കത് ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ ആ കടയിൽ കൂടി അദ്ദേഹത്തിന്റെ ജീവിതോപാധിയും കണ്ടെത്തി. അതോടൊപ്പം തന്നെ ഹോമിയോപ്പതി മരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലിലെ നീരും മാറി. ഇപ്പോ അദ്ദേഹം നല്ലൊരു പച്ചക്കറി കട നടത്തുന്നു, നല്ലൊരു സ്ഥാപനം നടത്തുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ അദ്ദേഹം ആ ഒരു രീതിയിൽ കൂടി അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ കൊണ്ടു. അങ്ങനെ ഈ ഭാര്യയെ കൊണ്ടുവന്ന, അതായത് ഒരു 6 മാസം, അതായത് കഴിഞ്ഞ ഈ ഫെബ്രുവരി മാസത്തിലാണ് അദ്ദേഹം ഭാര്യയും ഈ ഹോമിയോപ്പതി മെഡിസിൻ കഴിക്കാനായിട്ട്. അതുവരെ ഇവരാരും ഹോമിയോപ്പതി മെഡിസിനിലോട്ട് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അങ്ങനെ ഭാര്യയും കൂടെ അപ്പൊ ഈ ഇതൊക്കെ തുടങ്ങി എല്ലാം ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സന്തോഷമായി. അങ്ങനെ ഭാര്യയെ കൊണ്ടുവന്നപ്പോഴാണ് ഭാര്യയോട് അദ്ദേഹത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി കുറെ നാൾ മുമ്പ് ഒരു സ്കാൻ ചെയ്തിരുന്നു. ആ സ്കാൻ ചെയ്തതിനകത്ത് പുള്ളിക്കാരി യൂട്രൈൻ ഫൈബ്രോയിഡ് ഉണ്ട്. അപ്പൊ യൂട്രൈൻ ഫൈബ്രോയിഡിന് ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് അന്വേഷിച്ചാണ് അദ്ദേഹം വന്നത്. തീർച്ചയായും ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് നമുക്ക് മെഡിസിൻ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരിയും നമ്മുടെ കൂടെ എന്തായാലും മെഡിസിൻ കഴിക്കാനായിട്ട് കടന്നു വന്നു വെച്ചാൽ പുള്ളിക്കാരിയുടെ കേസൊക്കെ എടുത്തു. കേസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് പുള്ളിക്കാരിക്ക് കൊടുത്തത്
കാൽക്കേറിയ കാർബ്, അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ നിലയിൽ നിന്നാണ് കാൽക്കേറിയ കാർബിലാണ് ഞാൻ തുടങ്ങിയത്. അതൊരു ഫാറ്റി നേച്ചർ ആയിരുന്നു. കാൽക്കേറിയ കാർബ് 200 ആണ് ആദ്യം ഞാൻ പുള്ളിക്കാരിക്ക് കൊടുത്തത്. അതോടൊപ്പം തന്നെ തൂജ ടിഞ്ചർ ഒരു 10 ഡ്രോപ്സ് വെച്ച് രാവിലെയും വൈകിട്ടും കഴിക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഫ്രാക്സിനസ് അമേരിക്കാനസ് ടിഞ്ചറും കഴിക്കുക. കാരണം പുള്ളിക്കാരിക്ക് നല്ല ബ്ലീഡിങ് ഉള്ള ഒരു, അതായത് പീരീഡ്സ് ഒക്കെ വരുമ്പോൾ നല്ല സിവിയർ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഫ്രാക്സിനസ് അമേരിക്കാനസ് ടിഞ്ചറും കൊടുത്തു. അത് ആഹാരത്തിന് ശേഷവും തൂജ ടിഞ്ചർ ആഹാരത്തിന് മുമ്പും കഴിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ മെഡിസിൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പോ പുള്ളിക്കാരി മെഡിസിൻ വന്നു, മേടിക്കുന്നു, കഴിക്കുന്നു, ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ഒരു 6 മാസക്കാലത്തോളം പുള്ളിക്കാരി നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇങ്ങനെ വരുന്നു, നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ട് വരുന്നു. പക്ഷെ ആ സമയം വരെ നമ്മൾ ഇത് സ്കാൻ ചെയ്യുവോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഒരു ദിവസം പുള്ളിക്കാരിക്ക് ഞാൻ ഒരു ഇടയ്ക്ക് മോന്റെ അഡ്മിഷനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ദിവസം എനിക്ക് ക്ലിനിക്കിൽ വരാൻ പറ്റി. ഒരാഴ്ചത്തേക്ക് ഞാൻ ലീവിലായിരുന്നു. അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരിക്ക് ഒരു ബ്ലീഡിങ് ഉണ്ട്, ഒരു സിവിയർ ബ്ലീഡിങ് ഉണ്ട്. ആ സിവിയർ ബ്ലീഡിങ് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഇത് ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് അത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാനായിട്ട് അവിടെ ഒരു നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. പുള്ളിക്കാരിയെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരി കയ്യിൽ കൊണ്ടുപോയത് ഒരു 6 മാസം മുമ്പ് എടുത്ത ഫൈബ്രോയിഡിന്റെ റിസൾട്ടുമായിട്ടാണ് ഈ ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിട്ട് അവിടെ ചെന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ റിസൾട്ട് കണ്ട് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും. അപ്പൊ ഈ 6 മാസം മുമ്പുള്ള റിസൾട്ട് ആണെന്നുള്ളത് പുള്ളിക്കാരിക്ക് മനസ്സിലായി. പുള്ളിക്കാരി ഡേറ്റ് ഒന്നും നോക്കി. ഈ നോക്കാതാണ് പുള്ളിക്കാരി ഇത് ഈ കേസ് എടുത്തത്. അപ്പോ 6 മാസം മുമ്പ് എന്നുള്ള നിലയിൽ അത് ഇപ്പോഴെടുത്ത ഒരു സ്കാനിങ് റിപ്പോർട്ട് എന്നുള്ള നിലയിൽ പുള്ളിക്കാരി അത് ഹാൻഡിൽ ചെയ്തു. അപ്പൊ പുള്ളിക്കാരിയോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്തായാലും ഈ സിവിയർ ബ്ലീഡിങ് വന്നത് ഈ പ്രശ്നം കാരണമാണ്. നിങ്ങളുടെ ഫൈബ്രോയിഡ് വളരെയധികം വളർന്നിട്ടുണ്ട്, ഫാറ്റ് ബൾക്കിയാണ്. പിന്നെ ഇത് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് സർജറി ചെയ്യാം, അതുകൊണ്ട് ഇനി വെച്ചോണ്ടിരിക്കേണ്ട, നമുക്ക് സർജറി ചെയ്തേക്കാവുന്നു. അങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരിക്ക്, അപ്പൊ ഈ സർജറി എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി ആകപ്പാടെ പേടിച്ചു. കാരണം അതുവരെ പുള്ളിക്കാരിക്ക് വലിയ കംപ്ലൈന്റ് ഒന്നും ഇല്ലാതെ ഇരുന്നിട്ടാണ് ഈ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബ്ലീഡിങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായ പ്രയാസം. അപ്പൊ ആകപ്പാടെ പേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അടുത്ത വ്യാഴാഴ്ച ഒരാഴ്ച 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇങ്ങനെ പോര്, നമുക്ക് ഇതങ്ങ് സർജറി ചെയ്തേക്കാമല്ലോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അന്ന് പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി ഈ സ്കാനിങ് റിപ്പോർട്ട് ഒന്നുകൂടെ വായിച്ചപ്പോൾ പുള്ളിക്കാരിയോട് പറഞ്ഞു, ഇത് നിങ്ങൾ 6 മാസം മുമ്പ് എടുത്ത റിപ്പോർട്ടാണല്ലോ, ഈ 6 മാസം റിപ്പോർട്ട് എടുത്തുമായിട്ടാണോ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്? അയ്യോ, ഞാനിത് ശ്രദ്ധിച്ചില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്കാൻ, ഞാനിപ്പോ തന്നെ, നമുക്ക് ഇവിടെ സ്കാനിങ് ഇതുണ്ട്, നമുക്ക് ഇപ്പൊ തന്നെ സ്കാൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞു പുള്ളിക്കാരി ഒരു ഇന്റേണൽ സ്കാന് അപ്പൊ തന്നെ ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ഡോക്ടറും അത്ഭുതപ്പെട്ടു പോയി. കാരണം അതിന് ഫൈബ്രോയിഡും ഇല്ല, അതിനകത്ത് യാതൊരു കംപ്ലൈന്റും ഇല്ല, എല്ലാം മാറി. എൻ്റയർലി ഭയങ്കരമായ ഒരു ചേഞ്ചാണ്. ഈ ഗൈനക്കോളജിസ്റ്റ് തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഈ 6 മാസം മുമ്പ് നിങ്ങൾ ഈ കണ്ട സ്റ്റേജ് അല്ലല്ലോ ഇപ്പൊ കാണുന്നത്, ഇത് ഞാൻ ഭയങ്കര നിങ്ങൾ എന്താ ചെയ്തത്? അന്നേരം പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ഇത്രയും നാളായിട്ട് ഹോമിയോ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പൊ ഡോക്ടർ സ്ഥലത്തില്ലാത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങോട്ടൊന്ന് വരേണ്ടി വന്നത്. അന്നേരം പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാ സർജറി? നിങ്ങൾക്ക് സർജറിയുടെ യാതൊരു ആവശ്യമില്ല, കാരണം ഇത് നോർമലാണ്, നിങ്ങൾക്ക് ഫൈബ്രോയിഡേ ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഇതെന്തെങ്കിലും നിൽക്കാൻ പോകുന്നതിന്റെ ഒരു ഇതായിരിക്കാം, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് അങ്ങനെ ആ ഗൈനക്കോളജിസ്റ്റ് അവരെ അതോടുകൂടി ഈ പുള്ളിക്കാരിയും നാട്ടിൽ വന്നിട്ട് നല്ല ഒരു പബ്ലിസിറ്റി നമുക്ക് തന്നു. അതായത് ഈ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു വിട്ട ഒരു കേസ് ആണല്ലോ. കാരണം മെഡിസിൻ സർജറി പറഞ്ഞിട്ട് ഈ കേസിന്റെ സർജറി 6 മാസം മുമ്പ് കാണിച്ച കേസ് റിപ്പോർട്ട് കൊണ്ട് ഇപ്പോ ചെന്നപ്പോ അത് എൻ്റയർലി ഡിഫറെന്റ് ആണ്, വളരെ സാറ്റിസ്ഫൈഡ് ആണ്,
ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ യാതൊരു സർജറിയും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് പുള്ളിക്കാരിക്ക് അത് പുള്ളിക്കാരി നല്ലൊരു പബ്ലിസിറ്റി എന്തായാലും അവിടെ തന്നു. അങ്ങനെ ആ കേസും ക്യൂർ ചെയ്യാനായിട്ട് സാധിച്ചു. ശരിക്കും തൂജ ടിഞ്ചർ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു. അതുപോലെ കാൽക്കേറിയ കാർബ് 30 ആ ഹൈപ്പൊട്ടൻസിയുടെ 30 കൊടുത്തു. ആദ്യം 30 സ്റ്റാർട്ട് ചെയ്തു, അത് 200 ആക്കി, അത് 1 ആക്കി, 10 ആക്കി. പതുക്കെ പതുക്കെ അത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം ആയത്. ആ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതും. എങ്കിൽ തന്നെ അതോടുകൂടി പുള്ളിക്കാരിക്ക് ഭയങ്കരമായ നല്ല റിസൾട്ടാണ് കിട്ടിയത്. നമ്മൾ മെഡിസിൻ അതോടെ സ്റ്റോപ്പും ചെയ്തു. പുള്ളിക്കാരിക്ക് യാതൊരു മെഡിസിനും ഇപ്പൊ കഴിക്കുന്നില്ല. ഭയങ്കരമായ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. തൂജ ടിഞ്ചറും ഫ്രാക്സിനസ് അമേരിക്കാനസ് ടിഞ്ചറുമാണ് അതിനോടൊപ്പം തന്നെ കൊടുത്തത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ഇത് നമ്മൾ ഇടയ്ക്ക് നോക്കുന്നില്ല. പുള്ളിക്കാരി വരുന്നു, ഈ മെഡിസിൻ മേടിക്കുന്നു, പുള്ളിക്കാരി തിരികെ പോകുന്നു, വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല. അങ്ങനെയാണ് ഇത് നല്ലൊരു ചേഞ്ച് ഈ മെഡിസിൻ കൊണ്ട് തന്നെ. പിന്നെ കാൽക്കേറിയ കാർബ് ആ പുള്ളിക്കാരിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എന്നുള്ള നിലയിൽ അത് ഹൈപ്പർടെൻസിന്റെ വരെ നമ്മളെ എത്തി നിർത്തി. കാൽക്കേറിയ 10 ആണ് ഞാൻ അവസാനം കൊടുത്തിരുന്നത്. എങ്കിൽ തന്നെ നല്ല റിസൾട്ട് ആയിരുന്നു. അങ്ങനെ യൂട്രൈൻ ഫൈബ്രോയിഡ് കേസ് ശരിക്കും ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് വളരെയധികം സക്സസ് ആക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ ആ കുടുംബത്തിന്റെ 2 കേസുകളും സക്സസ് ആയപ്പോൾ പുള്ളിക്കാരി പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള പുള്ളിക്കാരിയുടെ ഒരു സഹോദരിയെ, പുള്ളിക്കാരിയുടെ നാത്തൂനെയും കൊണ്ടുവന്നു. ഒരു വലിയ ആജാനുബാഹയായിട്ട് ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ ഈ പുള്ളിക്കാരിക്ക് ഈ കാലയിൽ നീര്. അപ്പം ആങ്ങളയ്ക്കും നാത്തൂനും കുറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിക്കാരിക്ക് അനിയത്തിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അങ്ങനെ അവര് നമ്മളുടെ അടുക്കലോട്ട് വന്നു. അങ്ങനെ ആ പുള്ളിക്കാരിക്കുള്ള ശരിക്കും പ്രശ്നം ഒരു നടുവേദനയായിരുന്നു. ആ നടുവേദന അതും നല്ല ശരീരപ്രകൃതം, നല്ല സൈസുള്ള ഒരു ലേഡിയാണ്. പുള്ളിക്കാരി നമ്മുടെ അടുക്കലൊക്കെ വന്നു. അപ്പൊ ഈ ഇവർക്ക് 2 പേർക്കും കുറഞ്ഞതിന്റെ ആ ഒരു സന്തോഷത്തിലാണ് ഇവരും വരുന്നത്. അപ്പൊ ഇവർക്കും നമ്മൾ മെഡിസിൻ കൊടുത്താൽ എന്തൊക്കെയോ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. വളരെയധികം പ്രതീക്ഷയിൽ വരുമ്പോ സ്വാഭാവികമായിട്ടും നമുക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കരയധികം വിഷമമായിരിക്കും. കാരണം അവർ തിരിഞ്ഞ് എന്തൊക്കെയാ പറഞ്ഞേച്ച് പോകുന്നതെന്ന് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് വളരെ ഭയത്തോടു കൂടിയാണ് നമുക്ക് കേസ് എടുക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്കും. കാരണം നമ്മള് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്തായാലും ബാക്കേക്ക് അപ്പൊ ശരിക്കും ഇവര് ഈ നടുവേദന പുള്ളിക്കാരിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. കാരണം നല്ല ശരീരപ്രകൃതമാണ്, നല്ലൊരു ശരീരപ്രകൃതം. ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നല്ല ഫാറ്റി ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അതേപോലെ തന്നെ നല്ല ഒരു 6 അടി പൊക്കത്തിലുള്ള ഒരു സ്ത്രീയാണ്. അപ്പോ നല്ല ശരീരവും. അങ്ങനെയാണ് ഈ നടുവേദനയായിട്ട് വരുന്നത്. അപ്പോ നടുവേദനയ്ക്ക് അപ്പൊ നോക്കിയപ്പോൾ പുള്ളിക്കാരിക്ക് ശരിക്കും ഒരു സയാറ്റിക്കയാണ്, റൈറ്റ് സൈഡ് ഒരു സയാറ്റിക്കയാണ് മനസ്സിലായി. അങ്ങനെ റൈറ്റ് സൈഡ് സയാറ്റിക്ക എന്നുള്ള നിലയിൽ കാലിന്റെ താഴോട്ട്, കാലിന്റെ റൈറ്റ് ലെഗിന് ബാക്കിൽ കൂടെ താഴോട്ട് വേദന ഇങ്ങനെ കാലിലോട്ട് വരുന്ന ഒരു അനുഭവമാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ നട്ടലിനും നല്ല വേദനയാണ്. അപ്പോൾ പുള്ളിക്കാരി ചെയ്ത MRI, അപ്പോഴാണ് MRI സ്കാനും ഒക്കെ വർഷങ്ങളായിട്ട് ഇതൊക്കെ ചെയ്ത് എല്ലാം കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, ഒരു നല്ല അടുക്കുമായിട്ടാണ് വരുന്നത്. അപ്പോ നോക്കിയപ്പോ MRI സ്കാനൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെർട്ടിബ്രൽസ് എല്ലാം ഇതെല്ലാം നല്ല നാരോയിങ്ങും എല്ലാ പ്രശ്നങ്ങളും, അതായത് ലംബാർ സ്പോണ്ടിലോസിസും ഒക്കെ ഉള്ള, അതായത് സെർവിക്കൽ സ്പോണ്ടിലോസിസും ലംബാർ സ്പോണ്ടിലോസിസും എല്ലാം ഉള്ള ആളാണ്. അതിനോടൊപ്പം തന്നെയാണ് ഈ നടുവേദനയായിട്ട് വരുന്നത്. എങ്കിൽ തന്നെയും ഞാൻ ആദ്യം പുള്ളിക്കാരിക്ക് കൊടുത്തതും ഈ പറഞ്ഞ പോലെ കാൽക്കേറിയ കാർബ് തന്നെയാണ് കൊടുത്തത്. കാൽക്കേറിയ കാർബ് 1 ഫ്രീക്വന്റ് ആയിട്ട് ഡെയിലി 1 ഡോസ് എന്നുള്ള നിലയിൽ ഒരാഴ്ച കൊടുത്തു. അതോടൊപ്പം തന്നെ ഞാൻ കൊടുത്തത് ബെൽഡോണ 200 4 നേരം ആ ഒരു 1 ഗ്രെയിൻ BT 4 ടാബ്ലറ്റ് വീതം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. ഞാൻ ഇത് കേൾക്കുന്നതെന്ന് പറയുന്നത് ഒരു കുറെ നാള് മുമ്പ് ഒരു ISKയുടെ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു അതായത് കാൽക്കേറിയ കാർബും ബെൽഡോണയും ഒക്കെ തമ്മിൽ ഈ ബാക്കേക്ക് നടുവേദനയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ടിപ്പ് പണ്ട് കിട്ടിയത്. അപ്പൊ അതിന് പ്രകാരമാണ് ഞാനത്, അപ്പൊ ഈ കേസിൽ എനിക്കത് കൊടുക്കണമെന്ന് തോന്നിയത്. അപ്പൊ ഞാൻ അതിനകത്ത്
കാൽക്കറിയ കാർബ് ഹൈപ്പോട്ടൻസി ഫ്രീക്വന്റ് ഡോസ് ഡെയിലി 1 ഡോസ് വെച്ച് അതിരാവിലെ ഒരാഴ്ചത്തേക്ക് കഴിക്കാൻ കൊടുത്തു. ബെൽഡോണ 200 രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയിലും 4 ടാബ്ലറ്റ് 1 ഗ്രെയിൻ ടാബ്ലറ്റ് ബീറ്റിംഗ് കൊടുത്തു. കാരണം ഡയബറ്റിക് ആണ്, ഹാർട്ടിന് പ്രശ്നമുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, എല്ലാം ഉണ്ട്, ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഉണ്ട്. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് നടുവേദനയ്ക്ക് നല്ല വ്യത്യാസം. അപ്പോൾ കാൽക്കറിയ കാർബ് 1 കൊടുത്തതിന് ശേഷം നല്ല വ്യത്യാസമാണ് നടുവേദനയ്ക്ക് ഉണ്ടായത്. അപ്പോ ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു നമുക്ക് മെഡിസിൻ പിന്നെ അതിനുശേഷം ഞാൻ ഈ കാൽക്കറിയ കാർബ് കൊടുത്തു. റിപ്പീറ്റ്, അതായത് പിന്നീട് എങ്ങനെ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് സത്യം പറഞ്ഞ ഒരു ബോധം ഇല്ലായിരുന്നു. എങ്കിൽ തന്നെയും ഞാൻ കാൽക്കറിയ കാർബ് ഹൈപ്പോട്ടൻസിയിലേക്ക് തന്നെ പോയി 10 ഡോസ് കൊടുത്തു. അത് അതായത് 15 ദിവസം ഇടവിട്ട് കാൽക്കറിയ കാർബ് 10 അങ്ങനെ പുള്ളിക്കാരിക്ക് നടുവേദനയ്ക്ക് നല്ല വ്യത്യാസം വന്നു. പുള്ളിക്കാരിയുടെ സെർവിക്കൽ സ്പോണ്ടിലോസിന് നല്ല വ്യത്യാസം വന്നു. അതോടൊപ്പം തന്നെ ഡയബറ്റിക് കുറയുന്ന ഒരു അനുഭവത്തിലേക്ക്. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ഡയബറ്റിക് വളരെ ഹൈ ആയി നിന്ന് ഏകദേശം എപ്പോ നോക്കിയാലും 350 400 ഒക്കെ നിന്ന ഡയബറ്റിക് ഈ മെഡിസിൻ കാൽക്കറിയ കാർബ് കൊടുത്തതിന് ശേഷം പുള്ളിക്കാരി ഡയബറ്റിക് നല്ലതായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തിൽ ഉണ്ടായ ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ ഈ നടുവേദന മെഡിസിൻ വന്ന് നമുക്കത് ഡയബറ്റിക്കും കൂടെ ഈ കാൽക്കറിയ കാർബിനും കൂടെ കുറയാനായിട്ട് ഇടവന്നു എന്നത് വളരെയധികം സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. എങ്കിലും അങ്ങനെ ഇപ്പോഴും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ചേഞ്ചസ് ആണ്. പുള്ളിക്കാരിയുടെ ശരീരപ്രകൃതം തന്നെ നല്ലതായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. നല്ല മാറ്റമാണ് വന്നത്. അങ്ങനെ കാൽക്കറിയ കാർബിൽ കൂടെ വീണ്ടും ഒരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഇപ്പോ കേൾക്കുന്നവരെല്ലാം വിചാരിക്കും കാൽക്കറിയ കാർബ് മാത്രമാണോ എന്ന് പറയാൻ വന്നിരിക്കുന്നതെന്നൊരു തോന്നലൂടെ ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഈ സന്ദർഭവശാൽ പറയും, കാരണം ഇതെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാൽക്കറിയ കാർബ് കൊണ്ട് ഉണ്ടായ അനുഭവം തീർച്ചയായിട്ടും നല്ലൊരു അനുഭവം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് പ്രതിപാദിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത്. അതോടൊപ്പം തന്നെ എന്തായാലും ഇന്ന് അങ്ങനെയാണെങ്കിൽ കാൽക്കറിയ കാർബിൽ തന്നെ ഒരു കേസ് കൂടെ ഞാൻ പറയാം. അതായത് ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഈ കുട്ടിയെ അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കായംകുളം ഹോമിയോ ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ അവിടെ വന്ന ഒരു സ്ത്രീ. അപ്പോ ഈ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് അന്ന് ആൽക്കഹോളിക് ആയിരുന്നു. അപ്പൊ അന്ന് ആൽക്കഹോളിക് അഡിക്റ്റ് ആയത് ആ സ്ഥിതിയിൽ നിന്ന് നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് മാറി എന്ന ആ ഒരു ഇതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം ഇവരെ എന്നെ കാണാനായിട്ട് എന്റെ ഡിസ്പെൻസറിയിൽ വരുന്നത്. അപ്പോ പുള്ളിക്കാരി കൊണ്ടുവരുന്നത് പുള്ളിക്കാരിയുടെ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമായിട്ടാണ് വരുന്നത്. അപ്പോ മകന്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴും ഈ പയ്യന്റെ ഒരു കുഴപ്പം, ഈ പയ്യന് പഠിക്കാൻ യാതൊരു താല്പര്യവും, പഠനം എന്ന് പറയുന്ന കാര്യത്തിൽ പുള്ളിക്കാരിക്ക് യാതൊരു താല്പര്യവും. ഈ പയ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന് അവന്റെ ഭാരം എന്ന് പറയുന്നത് ഏതാണ്ട് 90 കിലോ. അത്തരത്തിലൊരു പയ്യനാണ്. 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പക്ഷെ 90 കിലോയോളം. അപ്പോ ഈ പുള്ളിക്കാരി അപ്പൊ ഇപ്പൊ എന്തിനാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നിനുമല്ല, പഠന നിലവാരം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ്. അതായത് ഈ പയ്യന് പഠിക്കാൻ യാതൊരു താല്പര്യമില്ല. പുസ്തകം എന്ന് പറയുന്ന ഒരു സാധനം കൈകൊണ്ടെടുക്കത്തില്ല. അതേപോലെ തന്നെ സ്കൂളിൽ പോകുന്നത് തന്നെ വളരെ മടിയാണ്. പിന്നെ ഈ പയ്യനുള്ളൊരു കുഴപ്പം, വീട്ടിൽ നിന്നും പൈസ കട്ടെടുക്കും. പൈസ കട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അച്ഛനാണെങ്കിൽ അവിടെ ഒരു അമ്പലത്തില് ക്ഷേത്രത്തില് ഒരു ചെറിയ ജോലി മാത്രമേ ഉള്ളൂ. നമ്മുടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലെ ജോലിയാണ്. അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും. പക്ഷേ ഈ പയ്യൻ ഏകദേശം എങ്ങനെ ഒരു 10,000 20,000 രൂപ സാമ്പത്തികം കിട്ടുന്ന ഒരു വരുമാനം മാത്രമേ ഉള്ളൂ അച്ഛനുള്ളൂ. ഈ ഇതും കൊണ്ടാണ് അവർ ആ കുടുംബം, അമ്മയും അച്ഛനും വല്യമ്മയും എല്ലാവരും അതിനിടയിലാണ് ഈ മകൻ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ചെയ്യുന്നത്.
ഇത് അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് ഭയങ്കരയധികം മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയ ഒരു കേസാണ്. അപ്പോ അത് നമ്മുടെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ ഈ പയ്യന് വളരെ ഹാപ്പിയാണ്. അവന് യാതൊരു അല്ലലോ അലച്ചിലോ ഒന്നുമില്ല. അവന്റെ മുഖം തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവനോട് ഞാൻ ചോദിച്ചു, പഠിക്കണമെന്ന് താല്പര്യമില്ലേ? അവന് തല കുലുക്കിക്കൊണ്ടിരിക്കുക. പഠിക്കണമെന്ന് താല്പര്യമുണ്ടോ? അങ്ങനെ ഒരു ഇതുമില്ല, തലയും കുലുക്കിയിരിക്കുക. അപ്പോ ഞാൻ ഇവനെ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഉപദേശിക്കാൻ നോക്കി. അതായത് ഇവനെ ഈ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് ഇവൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന് ലേസ് വാങ്ങിക്കുക, ചോക്ലേറ്റ്സ് വാങ്ങിക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ് ഇവന്റെ പ്രധാന ഉദ്ദേശം. അപ്പൊ ഇവന് ഇതിനോട് ഭയങ്കരമായ ക്രേവിങ്, ഇങ്ങനെയുള്ള സാധനങ്ങളോട് ഭയങ്കരമായ ക്രേവിങ്. ഇതാണ് ഇവൻ മേടിച്ച് തിന്നുന്നത് മുഴുവൻ. വീട്ടിൽ ചോറും കറികളും ഒക്കെ ധാരാളം കഴിക്കുകയും ചെയ്യും, അതോടൊപ്പം തന്നെ ഇതും കഴിക്കും. പക്ഷെ ഇതിന്റെ പുറകിൽ ഇവൻ പയ്യനോട് സംസാരിച്ചപ്പോഴാണ് ഇതിന്റെ പുറകിലുള്ള വേറൊരു ഹിസ്റ്ററിയും കൂടെ. അതായത് ഈ പയ്യൻ ഇത് മേടിക്കുന്നത് യവന് തിന്നാൻ വേണ്ടി മാത്രമല്ല. ഇവൻ ഇത് മേടിച്ചുകൊണ്ട് പോകുന്നത് ഈ കടയിൽ 400 രൂപ 500 രൂപയ്ക്കൊക്കെയാണ് ലേസും ഒക്കെ മേടിക്കുന്നത്. ചെറിയ സാധനമൊന്നുമല്ല മേടിക്കുന്നത്, 500 രൂപയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടാണ് ലേസും ഒക്കെ മേടിക്കുന്നത്. ഇത് ഈ സാധനം മുഴുവൻ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഇവൻ കൊടുക്കുന്നത് ഇവനെ കളിയാക്കാതിരിക്കാൻ വേണ്ടി ഇവന്റെ കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിക്കുന്നത്. കാരണം ഇവന് ഭയങ്കര വണ്ണമുള്ള ഒരു പയ്യനാണല്ലോ. അപ്പൊ കൂട്ടുകാർ ഇവനെ കളിയാക്കും. അപ്പൊ കളിയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇവന് ഈ ലേസുമൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകും. അപ്പോ ഞാൻ അവനോട് കുറെ കാര്യങ്ങൾ ഉപദേശിച്ചു. നീ പൈസ ഒന്നും മോഷ്ടിക്കരുത്, ജീവിക്കേണ്ട ചുറ്റുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ പയ്യനോട് കാര്യങ്ങൾ കുറെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴും ആദ്യത്തെ ഒരു ദിവസം വന്നു. ഞാനപ്പോ ആദ്യം തന്നെ ഞാൻ കാൽക്കറിയ കാർബാണ് കൊടുത്തു. ഈ പയ്യന്റെ പ്രത്യേകിച്ച് ഒരു മാറ്റമോ ഒന്നും വരുന്നില്ല. കാരണം ഇവന്റെ സ്വഭാവത്തിലോ ഇവന്റെ രീതികളിലോ ഒന്നും യാതൊരു മാറ്റവും കാണുന്നില്ല. ഈ പൈസ മോഷണവും എല്ലാം. അപ്പോഴാണ് അമ്മ പറയാൻ തുടങ്ങിയത്, ഡോക്ടറെ, ഇവൻ പറയുന്നത് മുഴുവൻ കള്ളത്തരം. ഇവൻ പറയുന്നത് മുഴുവൻ കള്ളത്തരമേ ഇവൻ പറയൂ. ഒരു അക്ഷരം പോലും ഇവൻ നേരെ പറയത്തില്ല. അപ്പോഴാണ് അവന്റെ ഈ എക്സാമിനേഷൻ എടുത്തു. ആ അതായത് ജൂൺ മാസത്തിൽ, ഈ കഴിഞ്ഞ ജൂണ് കഴിഞ്ഞപ്പോ ആദ്യത്തെ ഒരു ടേം എക്സാം നടത്തി, മന്ത്ലി എക്സാം നടത്തി. ഈ മന്ത്ലി എക്സാമിന്റെ റിസൾട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് മെഡിസിൻ ഒക്കെ കഴിച്ചതിന് ശേഷം എങ്ങനെയുണ്ട്? അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു, ഡോക്ടറെ, എല്ലാത്തിനും ഞാൻ പാസ്സായി. മലയാളത്തിന് എത്ര മാർക്കുണ്ട്, ഇംഗ്ലീഷിന് എത്ര മാർക്കുണ്ട്, എല്ലാത്തിനും പാസ്സായി. അപ്പൊ പേപ്പർ കൊടുത്തിട്ടില്ല. ക്ലാസ്സിൽ റിസൾട്ട് മാത്രമേ പറഞ്ഞുള്ളൂ, പേപ്പർ കൊടുത്തിട്ടില്ല. അപ്പൊ ഞാനും ധരിച്ചു ഇവൻ എന്നോട് സത്യമായിരിക്കും പറയുന്നത് എന്ന് ഞാനും ധരിച്ചു. അപ്പോ അമ്മ അപ്പോഴും പറയുന്നുണ്ട്, ഡോക്ടറെ, ഇത് ഇവൻ പറയുന്നത് കള്ളമാണ്, ഇവനെ വിശ്വസിക്കരുത്, ഇവൻ പറയുന്നത് കള്ളത്തരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലല്ലോ, ഇവന് മാർക്കല്ല ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അപ്പൊ ക്ലാസ്സിൽ എല്ലാവരും അറിയേണ്ടതല്ലേ, അപ്പൊ ക്ലാസ് പറഞ്ഞിട്ടായിരിക്കുമല്ലോ ഈ മാർക്ക് പറയുന്നത്, അല്ലാതെ വെറുതെ പറയില്ലല്ലോ. അപ്പോ അമ്മ പറഞ്ഞല്ല ഡോക്ടറെ, ഇവൻ കള്ളത്തരമാ പറയാം, ഞാൻ ഇവന്റെ മാർക്ക് ഷീറ്റ് ഇനി പേപ്പർ തരുമല്ലോ, അതായത് PTA മീറ്റിംഗ് ഉണ്ട്, അന്നേരം പേപ്പർ തരും, അന്നേരം ഞാൻ നോക്കിക്കോളാം, നമുക്ക് നോക്കാമെന്ന്. എന്തായാലും ഇവൻ പറഞ്ഞത് സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ജയിച്ചു, എല്ലാത്തിനും 10ഉം 12ഉം 15ഉം ഒക്കെ മാർക്ക് മേടിച്ചെന്നുള്ള നിലയിലാണ് ഇവൻ പറയുന്നത്. പക്ഷേ ഒരു 2 ആഴ്ച, അപ്പൊ ഞാൻ ഇവനെ മെഡിസിൻ കൊടുത്തു വിട്ടു. 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മ എന്റെ അടുക്കൽ മാർക്ക് കൊണ്ട് കാണിക്കുന്നത്. ഇവൻ പറഞ്ഞ മുഴുവൻ കള്ളത്തരം. കാരണം ഇവന് ഒരൊറ്റ വിഷയത്തിന് പോലും അവന് മാർക്ക് കിട്ടില്ല. എല്ലാം 2ഉം 3ഉം 4ഉം മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരൊറ്റ വിഷയത്തിന് പോലും അവന് മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോ എനിക്ക് ഇവന്റെ ഈ ക്രേവിങ്ങും ഇവന്റെ ഇതെല്ലാം ഈ കാൽക്കറിയ കാർബ് ഹൈപ്പോട്ടൻസിയിൽ നിന്ന് കാൽക്കറിയ കാർബ് 6ലേക്ക്, കാൽക്കറിയ കാർബ് 6ഉം അതുപോലെ തന്നെ സിങ്കം ഫോസ് 30, ഈ മെഡിസിൻ ഞാൻ
അതിനുശേഷം അതായത് ഏകദേശം ജൂലൈ ഫസ്റ്റ്, അതായത് ജൂണിലാണ് ഈ പേപ്പർ കൊണ്ടുവരുന്നത്. ജൂലൈ മാസത്തിൽ ഞാൻ കാൽക്കേറിയ കാർബ് 6 ആണ്. കാൽക്കേറിയ കാർബ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. പക്ഷെ കാൽക്കേറിയ കാർബ് 6 ആണ്. എന്തിനാണ് ഈ കാൽക്കേറിയ കാർബ് 6 കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഈ ക്രേവിങ്, അതായത് അമിതമായ ഭക്ഷണ തീറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാൽക്കേറിയ കാർബ് 6 കൊടുക്കുന്നത്. കാരണം ഇതെനിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് ഡോക്ടർ നന്ദകുമാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ ഒരു ഇതുണ്ട്. അതായത് നമുക്ക് ഗ്യാസ്ട്രിക് കംപ്ലൈന്റ്, അതായത് ഇതുപോലുള്ള ഫാറ്റി ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരിൽ അമിതമായ വിശപ്പുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാനായിട്ട് കാൽക്കേറിയ 6 നല്ലതാണ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ അതും പ്രകാരമാണ് ഞാൻ ആ മെഡിസിൻ കൊടുത്തത്. കാൽക്കേറിയ കാർബ് 6 കൊടുത്തു. അതോടൊപ്പം തന്നെ സിങ്കം ഫോസ് 13. ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതായത് ഇവന്റെ ഈ ആഹാരത്തിനോടുള്ള താല്പര്യം വളരെയധികം കുറഞ്ഞു. ആഹാര താല്പര്യം വളരെയധികം കുറഞ്ഞു. വിശപ്പ് ലിമിറ്റ് ചെയ്തു. ഇവന് പഠിക്കാനുള്ള താല്പര്യം അത്രയൊന്നും ആയില്ല എങ്കിൽ പോലും പക്ഷെ ഭക്ഷണത്തിനോടുള്ള ക്രേവിങ് കുറഞ്ഞു എന്നുള്ളത് വളരെയധികം നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അമ്മ അതിൽ സാറ്റിസ്ഫൈഡ് അല്ലല്ലോ. കാരണം അമ്മയ്ക്ക് മകന്റെ പ്രശ്നം അതല്ല, ഇവനെ പഠിപ്പിക്കുക എന്നുള്ളവനെ പഠനത്തിൽ നല്ല രീതിയിലാക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഞാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ എന്റെ അടുക്കൽ ഇവന് ഈ കള്ളത്തരമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാരണം ഇവനോട് നമ്മൾ പറയുന്നത് ഇവൻ നാളെയും ഇത് തന്നെയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ ഇവിടെ നമുക്ക് ഇപ്പൊ തൽക്കാലം ഞാൻ ഈ മെഡിസിൻ കൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ മെഡിസിൻ തരുന്നില്ല. തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഞാനൊരു നിങ്ങൾ ഈ കുഞ്ഞിനെ ഒരു സൈക്കോളജിസ്റ്റിനെ ഒന്ന് കാണിക്കും. ആ സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് സൈക്കോളജിസ്റ്റുമായിട്ടൊന്ന് സംസാരിച്ച് അപ്പൊ എന്റെ പരിചയത്തിലുള്ള ഞങ്ങൾ തമ്മിൽ ആ സൈക്കോളജിസ്റ്റ്, നമ്മുടെ മാവേലിക്കരയുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പൊ പുള്ളിക്കാരി നമുക്ക് പല കേസുകളും ഇങ്ങനെ പഠനത്തിൽ താല്പര്യമില്ലാത്ത കുട്ടികളെയൊക്കെ നമ്മുടെ അടുക്കലോട്ട് റെഫർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കരുതി ഈ സൈക്കോളജിസ്റ്റിനെ ഒന്ന് കാണിക്കരുത്. കാരണം ഇവന്റെ ഈ ചില പ്രശ്നങ്ങളൊക്കെ കാരണം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് തോന്നി. അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാനായിട്ട് പറഞ്ഞു, റെഫർ ചെയ്തു. അങ്ങനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റിന്റെ അടുക്കൽ ചെന്ന് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അപ്പൊ പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന കേസല്ല. ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞിന്റെ പഠന നിലവാരം എന്ന് പറയുന്നത്, അതായത് ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പഠന നിലവാരം മാത്രമേ ഈ കുഞ്ഞിനുള്ളൂ. അതുകൊണ്ട് ഇത് തൽക്കാലം എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളത് അറിയില്ല. കാരണം എന്തായാലും ഞങ്ങളെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് മെഡിസിൻ തന്നെ കൊടുത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള നിലയിൽ ഇങ്ങനെ അടുത്തോട്ട് കൊണ്ടുപോകും. അങ്ങനെ വീണ്ടും സൈക്കോളജിസ്റ്റ് ഈ പന്ത് നമ്മുടെ കോർട്ടിലേക്ക് തന്നെ തള്ളിയിട്ടു. എന്തായാലും ഇപ്പോ ഇപ്പൊ ഞാൻ ആ കേസ് എന്റെ അടുക്കൽ വീണ്ടും അവർ വന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ആ കുട്ടി വന്നു. പക്ഷേ നമ്മൾ ആ കേസ് ഒന്നുകൂടെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് അതിനെ അടുത്ത ലെവലിൽ എങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും വീണ്ടും നമ്മുടെ അതായത് വിശപ്പ് കുറഞ്ഞു എന്നുള്ള ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ ഈ പയ്യന്റെ പഠന മികവിലേക്ക് എത്തിച്ചേരാനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. എങ്കിൽ തന്നെ നമുക്കത് സാധിക്കും, ഹോമിയോപ്പതി മെഡിസിൻ കൂടെ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിൽക്കുകയാണ്. എങ്കിൽ കേസ് ഒന്നുകൂടെ കൈകാര്യം ചെയ്ത് ഇനിയും അത് എടുക്കണം കാരണം കഴിഞ്ഞ ദിവസമാണ് വന്നത്. അത് സംസാരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് കാൽക്കേറിയ കാർബ് സിങ്കം ഫോസും കൊടുത്ത് ഈ വെയിറ്റ്, അതായത് ഭക്ഷണത്തിനോടുള്ള അമിതമായ ഭക്ഷണത്തിനോടുള്ള താല്പര്യം കുറയ്ക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് നിന്നുണ്ടായ ഒരു വ്യത്യാസം. പഠന നിലവാരം അത് കാണിക്കാനായിട്ട് ഇനിയും തീർച്ചയായിട്ടും കുറച്ച് മെഡിസിൻ കൂടെ ഇനി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. വീണ്ടും
അങ്ങനെ ആയിരിക്കാം ഇനിയും അതിനുവേണ്ടി കൂടുതൽ നമ്മൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. പിന്നീട് എന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കേസ് ഈ അടുത്ത സമയത്ത് വന്ന ഒരു കുട്ടിയുടെ കേസ്. അതായത് ഇതും പള്ളികുന്നത്ത് വന്ന പള്ളികുന്നത്ത് എന്റെ സ്ഥിരം പേഷ്യന്റ് ആണ്. അന്നത്തെ ദിവസം വളരെ ഒരു പനിയുമായിട്ട് വന്ന ഒരു കുട്ടി. അതായത് രാവിലെ ഡിസ്പെൻസറിയിൽ പനിയുമായിട്ട് വന്ന ഒരു കുട്ടിയാണ്. അപ്പൊ രാവിലെ അച്ഛനും അമ്മയും ഈ കുഞ്ഞിനെയും കൊണ്ട് നല്ല സിവിയർ ടെമ്പറേച്ചർ, അതായത് 103 ഡിഗ്രി ഫാരൻഹീറ്റിൽ ടെമ്പറേച്ചർ ഉള്ള ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് വരുന്നത്. അപ്പോ ഞാൻ ഡിസ്പെൻസറി വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ ബെൽഡോണ വണ്ണമാണ് കൊടുത്തത്. ബെൽഡോണ വണ്ണം കൊടുത്തു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇത്രയും ടെമ്പറേച്ചർ ഉണ്ടല്ലോ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പനിയുടെ പ്രശ്നം, കാരണം അതുവരെയും തലേ ദിവസം വരെയും ആ കുഞ്ഞിന് യാതൊരു കംപ്ലൈന്റും ഇല്ലായിരുന്നു. പെട്ടെന്നാണ് പനിയായിട്ട് വന്നത്. അപ്പം ഞാൻ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ ഞാൻ ചോദിച്ചു, പഴങ്ങളോ എല്ലാം കൊടുത്തോ, എന്തെങ്കിലും തണുത്തുള്ള എന്തെങ്കിലും കഴിച്ചിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു. അപ്പൊ ത്രോട്ടൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ടോൺസിലൈറ്റിസിന്റെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, ചെവിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, പക്ഷെ നല്ല ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോ ഇപ്പൊ 2-3 ദിവസം മുമ്പ് ഉള്ള കാര്യങ്ങളും ഒക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഗ്യാസ്ട്രിക് കംപ്ലൈന്റ് എന്തെങ്കിലും വന്നിട്ടാണോ എന്നുള്ള നിലയിൽ ഞാൻ എങ്കിൽ തന്നെ ഞാൻ ബെൽഡോണ വണ്ണം കൊടുത്തു. പക്ഷെ വണ്ണം കൊടുത്ത് അവിടെ ഇരുത്തി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചർ കുറച്ചൊരു 102-ലെത്തി. അപ്പോൾ ഞാൻ ബാക്കി മെഡിസിൻ ഫെറംഫോസ് 6X പിന്നെ എന്താണ് സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ബെൽഡോണ 3X കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറഞ്ഞു. ഫെറംഫോസ് 6X കൊടുത്തു. ബാപ്റ്റിഷ്യ ടിഞ്ചർ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇനിയും ടെമ്പറേച്ചർ കൂടുതലാകുകയാണെങ്കിൽ ഇത് കൊടുക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഈ കുഞ്ഞിനെ ഞാൻ ഡിസ്പെൻസറിയിൽ നിന്ന് ആ കുഞ്ഞ് പോയി. വൈകിട്ട് ഒരു 7 മണിയാകുമ്പോഴാണ് ഇവര് വീണ്ടും വിളിക്കുന്നു, ഡോക്ടർ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ ക്ലിനിക്കിലുണ്ട്. ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്, മോന് വല്ലാത്ത ശ്വാസമുട്ടലുണ്ട്. അപ്പോ ഈ ശ്വാസമുട്ടൽ ഈ കുഞ്ഞിന് അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോ വൈകുന്നേരം ഒരു 7:30 ആയപ്പോഴത്തേക്ക് ഒരു ക്ലിനിക്കിൽ വന്നപ്പോൾ ഈ കുഞ്ഞ് നല്ലതായിട്ട് ബ്രീത്ത് ചെയ്യുക, നല്ല ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. രാവിലെ കണ്ട കുഞ്ഞല്ല, ആ ടെമ്പറേച്ചർ ഡൗൺ ആയിട്ടുണ്ട്, പക്ഷെ രാവിലെ കണ്ട ആ ഒരു കുഞ്ഞല്ല ഈ വൈകുന്നേരം ഭയങ്കരമായിട്ട് ശ്വാസം എടുത്തു വലിക്കുന്നവരിനെ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ കുഞ്ഞിന് എന്തെങ്കിലും ആഹാരം കഴിക്കുന്നു, പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചു? അപ്പം അമ്മയും അച്ഛനും ഒന്നും പറയുന്നില്ല. ഇവന് ആഹാരം കഴിച്ച വിവരങ്ങളോ എന്തെങ്കിലും ഫുഡ് കഴിച്ചെന്നോ എന്തെങ്കിലും സാധാരണ അല്ലാത്ത എന്തെങ്കിലും സാധനങ്ങൾ കഴിച്ചോ എന്നൊന്നും പറയുന്നില്ല. ഒരു 10 മിനിറ്റോളം ഇവരുമായിട്ട് ഈ കാര്യത്തെ പറ്റി മാത്രം ഇങ്ങനെ സംസാരിച്ചിരുന്നു. കാരണം ഈ കുഞ്ഞ് അവിടെ നിന്ന് ശ്വാസം വലിക്കുകയും ചെയ്യും, എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നു. അപ്പൊ ഞാൻ ഇവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോഴും അപ്പോഴാണ് ഈ മോൻ പറഞ്ഞത്, ഈ മോൻ തന്നെയാണ് പറയുന്നത്, അമ്മ എനിക്ക് കഴിഞ്ഞത് 2-3 കുറെ ദിവസമായിട്ട് കൊഞ്ച് തരുന്നില്ലേ. അപ്പോഴാണ് ഇവര് അപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ വിചാരിച്ചത് കൊഞ്ചുവൻ സ്ഥിരം കഴിക്കുന്ന സാധനമാണല്ലോ. അത് കുഴപ്പമില്ല ഡോക്ടറെ, ഞാൻ നേരത്തെ കൊഞ്ചു. അപ്പൊ കൊഞ്ചിനകത്തല്ല അങ്ങനെ അലർജി ഒന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കൊഞ്ച് എന്നാ വാങ്ങിച്ചത്? അത് ഒരാഴ്ച മുമ്പ് വാങ്ങിച്ചത്. അപ്പൊ ഈ ഒരാഴ്ച മുമ്പ് വാങ്ങിച്ച കൊഞ്ച് ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞിന് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ആദ്യത്തെ ദിവസം കൊടുത്തു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പൊ അവര് 2 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ഇത് കൊടുത്തു, അപ്പോഴും വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ 3-ാമത്തെ ദിവസം ഇത് കൊടുത്തപ്പോൾ ഇവന് ശ്വാസമുട്ടലിലേക്ക് അത് എത്തി. അപ്പോൾ ആ ഷെൽഫിഷ് എന്നുള്ള ഇവൻ ഇത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ആ പോയിന്റിലേക്ക് പോയത്. സത്യം പറഞ്ഞ അന്നേരം ബ്രോമിൻ 30 അന്നേരം തന്നെ എടുത്ത് 2 ഡ്രോപ്പ് അപ്പൊ തന്നെ വായിലോട്ട് ഒഴിച്ചു കൊടുത്തു. അവനോട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 10 മിനിറ്റ് ആ കുഞ്ഞവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇവന്റെ ശ്വാസം മുട്ടല് ഒരു 20% ബ്രോമിൻ 30 2 ഡ്രോപ്സ് വായിലോട്ടൊന്ന് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു.
ഒരു 20% ആ ശ്വാസം മുട്ടൽ പതുക്കെ കുറഞ്ഞു. അപ്പോഴാണ് ഇവൻ ഈ കംപ്ലൈന്റ്, അതായത് കൊഞ്ച് തന്നെ ആയിരുന്നു ഇവന്റെ പ്രശ്നമെന്ന് മനസ്സിലായത് അന്നേരം. ഈ അമ്മയ്ക്കോ അവർക്ക് ആർക്കും ഈ മകൻ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്കും കൺഫ്യൂഷൻ ആയിരുന്നു. ആ ശ്വാസമുട്ടലിന് എന്ത് കൊടുക്കും എന്ന് ഒരു പിടിയും കിട്ടിയില്ലായിരുന്നു. ആകെപ്പാടെ പ്രശ്നമായിരുന്നു. എന്തായാലും വേറെ വല്ല മെഡിസിൻ കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തുമില്ല, ഈ ശ്വാസമുട്ടൽ കുറയത്തുമില്ല. സാധാരണ ഞാൻ കൊടുക്കുന്ന മെഡിസിൻസ് ഒക്കെ കൊടുത്തു നോക്കാവുന്ന അപ്പൊ ഈ സാധാരണ ഞാൻ ഇവർക്ക് ഈ ചില മെഡിസിൻസ് ഒക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പനിയൊക്കെ വരികയാണെങ്കിൽ കഴിക്കാനായിട്ട് കുറെ മെഡിസിൻസ് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ മെഡിസിൻസ് ഒക്കെ ഇവർ കൊടുക്കുന്നുമുണ്ട്. അപ്പൊ അതൊന്നും കൊടുക്കാതെ ഇത് ഇദ്ദേഹത്തിന് ഈ മകൻ ഈ കാര്യം ഈ കൊഞ്ചെന്ന് കഴിച്ചു എന്ന് പറയുന്ന മകൻ പറഞ്ഞില്ലായിരുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ആ ത്രെഡ് കിട്ടത്തുമില്ലായിരുന്നു, നമുക്കിത് കൊടുക്കാനൊട്ട് പറ്റത്തുമില്ലായിരുന്നു. അത് ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോയേനെ. തീർച്ചയായിട്ടും ആ മോൻ അവിടെ ഇരുന്നുകൊണ്ട് ഇത് കൊഞ്ച് കഴിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ഭാഗ്യമായി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഏകദേശം ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് നമുക്ക് ഡോക്ടറും രോഗിയും ഒരേപോലെ രക്ഷപ്പെട്ടു. അതെ 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 തീർച്ചയായിട്ടും. അതുകൊണ്ട് ബ്രോമിൻ 30 കൊടുത്തതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ആ ബ്രോമിൻ തന്നെ, വേറൊന്നും കൊടുത്തില്ല, ആ ബ്രോമിൻ തന്നെ ഞാൻ പിൽസിനകത്ത് മെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇന്ന് ഫ്രീക്വന്റ് ആയിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അത് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ അപ്പം ഇവൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ ശ്വാസമുട്ടലിന്റെ ഇടയിൽ അവൻ അമ്മയോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാമോ? അമ്മേ, നാളെ സ്കൂളിൽ പോണോന്നാ ചോദിക്കുന്നത്. കാരണം ശ്വാസമുട്ടലാണെങ്കിൽ പോകാതിരിക്കാമല്ലോ. അപ്പൊ സ്കൂളിൽ പോണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അമ്മ പറയുന്നത് എന്താ അറിയോ? നാളെ നിന്നെ ഞാൻ സ്കൂളിൽ വിടും എന്നാ പറയുന്നത്. എന്തായാലും അമ്മയുടെ പിടിവാശി തന്നെ നടന്നു. മകന്റെ പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകേണ്ടി വന്നു. അവെന്തായാലും ഈ ബ്രോമിൻ 30 ഒരു ഫ്രീക്വന്റ് ആയിട്ട് രാത്രിയിൽ, അപ്പൊ ചോദിച്ചപ്പോൾ രാത്രിയിൽ ആ മെഡിസിൻ അവർ 1 hour ഇന്റർവെൽ കൊടുത്തു. 1 hour ഇന്റർവെൽ കൊടുത്തു. രാത്രിയിൽ അവൻ വളരെ സുഖമായിട്ട് ഉറങ്ങി. അവന്റെ ടെമ്പറേച്ചർ മാറി, അവന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. അവന് രാവിലെ ആയപ്പോഴത്തേക്ക് അവന് സ്കൂളിൽ പോകാനായിട്ട് അവന് ഹാപ്പിയായി. നല്ലൊരു പ്രയോജനം. നമുക്ക് ഒരു 5 മിനിറ്റ് ബാക്കിയുണ്ട്. ഹരിഹരൻ സാർ എന്തോ ചോദിക്കാനുണ്ട്. ഹരിഹരൻ സാർ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ ഡോക്ടർ, ഞാൻ ഡോക്ടറായിട്ട് എനിക്ക് അടുപ്പുണ്ടോ പരിചയമുണ്ടോ എന്നറിയില്ല. എന്തായാലും ഞാൻ അമ്പലപ്പുഴ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. എനിക്ക് ഡോക്ടറെ കായംകുളത്ത് ISKയുടെ ആദ്യത്തെ ക്ലാസ്സിനൊക്കെ ഡോക്ടറെ ഞാനില്ലേ കൊണ്ടുവന്നത്. ശരിയാ ഇപ്പൊ ഓർക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഡോക്ടർ ഡിസ്പെൻസറി എന്ന് പറയുമ്പോ ഗവൺമെന്റ് ഡിസ്പെൻസറി ആണോ എന്നെ മനസ്സിൽ വന്നത്. ഞാനിപ്പോ മറ്റേ NHM വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ? അത് ശരി. വള്ളികുന്നം മെഡിക്കൽ ഓഫീസറാണ്. ശരി. ഞാൻ പറയാൻ വന്നറിയാമോ ഡോക്ടറെ, ആ കാൽക്കേരിയക്കാർക്ക് കൊടുത്ത കുട്ടിക്കുണ്ടല്ലോ, ഒരു ഡോസ് തൂജ കൊടുക്കണം. ഓക്കെ സാറേ. ഓക്കെ, താങ്ക് യു. ഏത് പൊട്ടൻസിയാ? അത് തൽക്കാലത്തേക്ക് തൂജ വണ്ണം കൊടുക്ക്. ഒരു ഡോസ് വണ്ണം കൊടുക്ക്. കാര്യം അതാണ് മയാസ്മാറ്റിക് ബ്ലോക്ക് ആണ് അത്. തൂജ ഈസ് ദ ബെസ്റ്റ് റെമഡി. എന്താ വെച്ചാൽ തൂജയാണ് ഇങ്ങനെ ഈ കള്ളത്തരം, മാനിപ്പുലേഷൻ, ഇതൊക്കെ തൂജയാണ്. ഇവൻ അടിപിടി ആക്കുന്ന ആളായിരുന്നെങ്കിൽ, ഒരു അടിപിടി ഉണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയും പിള്ളേർ വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നെങ്കിൽ നമുക്കിത് മെഡോർണത്തിലേക്ക് പോകാമായിരുന്നു. പക്ഷെ ഇത് മെഡോർണത്തിലേക്ക് പോകണ്ട, അതിന് പകരം തൂജയാണ് അതിന്റെ മരുന്ന്. ആ തൂജ കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ ആ കള്ളത്തരം അതെല്ലാം മാറും. പിന്നെ അവൻ ഇംപ്രൂവ് ചെയ്യും. കാൽക്കുലേക്കാർക്കിന് ഇംപ്രൂവ് ചെയ്യും. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഇങ്ങനെ ഒരു സെഷനിൽ കൂടി ഇങ്ങനെ ഒരു കാര്യം കേൾക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും അതാണ് ലൈഫ് പേജിൽ പ്രത്യേകത. ടെൻഡൻസി ടു ഡിസീവ് എന്നൊരു വാക്ക് പറയുന്നുണ്ട്. എനിക്ക് എസൻസ് ഓഫ് മെറ്റീരിയൽ ഉണ്ടെന്ന് തോന്നുന്നത്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ക്ലാസ് ആയിരുന്നു. ഒരു സംശയം, ആ ഫൈബ്രോയിഡ് കേസിന്റെ സൈസ് എത്രയായിരുന്നു? ഫൈബ്രോയിഡ് കേസിന്റെ സൈസ് 1 സെന്റിമീറ്റർ ആയിരുന്നു. ഓക്കെ, എന്തായാലും നല്ല റിസൾട്ട് കിട്ടി, സന്തോഷം. എന്തായാലും ഇനിയും വരണം, ഇത് കണക്ക് ഒരു റെഗുലർ ഇന്റർവെല്ലിൽ വരണം. ഇത് പ്രത്യേകം വെച്ചാൽ വളരെ ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുന്നത്. മാത്രമല്ല ബോറായിട്ട് തോന്നുന്നില്ല. സൗണ്ട് മോഡുലേഷനും കാര്യങ്ങളൊക്കെ നല്ല പ്രസന്റേഷൻ ആണ്, നല്ല നരേഷൻ ആണ്. ആർക്കെങ്കിലും സംശയം ചോദിക്കേണ്ട ദയവായിട്ട് ചോദിക്കുക. നമുക്ക് 2 മിനിറ്റ് സമയം ബാക്കിയുണ്ട്.
നമ്മൾ ഈ സമയക്ലിപ്ത പാലിക്കുന്ന പ്രധാന കാരണം പലരും ക്ഷീണിച്ചിരിക്കുന്നവരായിരിക്കും. പുള്ളിക്ക് കഴിഞ്ഞത് കേൾക്കുന്നവരുണ്ടാകും, ഇത് കഴിഞ്ഞ ആഹാരം കഴിക്കാൻ കാത്തിരിക്കുന്നവരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് IFPHന്റെ പ്രത്യേകതയാണ് കൃത്യമായി തുടങ്ങുക, കൃത്യമായി അവസാനിപ്പിക്കുക എന്നുള്ളത്. തീർച്ചയായും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത നന്ദി പ്രകാശനത്തിലേക്ക് പോകാം. അതിനായിട്ട് ജയലളിത ഡോക്ടർ ക്ഷണിക്കുകയുണ്ട്. ജയലളിത ഡോക്ടറെ, ഡോക്ടർ ജയലളിത. നല്ല സെഷൻ ആയിരുന്നു. ഞാൻ സാറിന്റെ ക്ലാസ് ഇതിക്ക് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുമുണ്ട്. ഇതിന്റെ ലൈക്കോപോഡിയം നല്ലൊരു മെഡിസിൻ ആണ് കേട്ടോ, പ്രോൺ അലർജിക്ക്. ഓക്കെ ഓക്കെ. നമ്മുടെ മധുസൂദന സാർ ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. താങ്ക് യു താങ്ക് യു. അപ്പൊ സാറ് നല്ല സെഷൻ ആയിരുന്നു. അത് എന്റെ പേരിലും IAPHന്റെ പേരിലും ഇവിടെ വന്ന ഹോമിയോപ്പതി സ്നേഹികളുടെ പേരിൽ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. വീണ്ടും വീണ്ടും സാറിന്റെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ സാർ. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇതിനകത്ത് ഓർമ്മിക്കേണ്ട ഒരു കാര്യമുള്ളത്, നമ്മൾ ഇത്തരം മെഡിസിൻസ് കൊടുക്കുമ്പോഴും ഈ ഡയറ്റ് സൂക്ഷിക്കണം എന്നുള്ളത്. ഇപ്പൊ ലൈക്കോപോഡിയം കഴിക്കുന്ന ആൾക്കാർ കൊഞ്ചാ ഞണ്ടാ കഴിച്ചു കഴിഞ്ഞാൽ അഗ്രവേഷൻ ഉണ്ടാവും. അതുപോലെ ആർഡിനേറ്റയും കഴിച്ച ആൾക്കാർക്ക് വളരെ മധുരമുള്ള കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അസുഖം ഉണ്ടാവും. ഈ ഹോമിയോപ്പതിയിൽ ഇപ്പൊ ഇതെല്ലാം ഒബ്സർവേഷൻസ് ആണ്. അതായത് നല്ലതല്ലേ ലൈക്കോപോഡിയം? സീറോ ബാർ കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫ്രീക്വന്റ് ആയിട്ട്. അതെ, എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പണ്ടൊരു പേഷ്യന്റ് ഇതിനൊക്കെ ലൈക്കോപോഡിയം കൊടുത്ത് നല്ല റിലീഫ് ആണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു കാരണവശാലും കൊഞ്ച് കഴിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇല്ലാന്ന് പറഞ്ഞ് ദൗർഭാഗ്യവശാൽ കഴിക്കേണ്ടി വന്ന് അന്ന് രാത്രി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. സീരിയസ് ആയിപ്പോയി. നമ്മൾ പറയല്ലോ ആൻജിയോന്യൂറോട്ടിക് കിഡ്നി വളരെ സഡൻ ഡെവലപ്മെന്റ്. ഇപ്പൊ ഹോമിയോപ്പതി ഒന്നും നിസ്സാരമല്ല, വളരെ സൂക്ഷിക്കേണ്ട, അത്രത്തോളം സെൻസിറ്റീവ് ആൾക്കാർക്ക് മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. മെറ്റീരിയൽ മെഡിക്കൽ പഠിക്കുന്ന ഓരോ കാര്യവും ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടോട് പഠിക്കണം. അതായത് വെറും ഒരു സിംറ്റം ആണ്, എന്തോ ആരോ എഴുതി വെച്ചതാണ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ഇത് ഫെയിലിയർ ഉണ്ടാവും. എന്തായാലും ഡോക്ടർ മാമൻ വളരെ പഠിക്കുന്നുണ്ടെന്ന് അതിനേക്കാൾ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. ആ ഒരു കാര്യം ഓർമ്മിക്കുന്നു. മാത്രമല്ല ഒരു കാര്യം പറഞ്ഞ വൊക്കേഷണൽ റീഹാബിലിറ്റേഷനെ കുറിച്ച് പറഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം. ഇതൊന്ന് മാമൻ റോട്ടറി ക്ലബിൽ ആവാണ്ടുണ്ടെന്നോ അല്ലേ? ലയൺസ് ക്ലബിൽ. അത് അപ്പൊ ആ ഒരു സോഷ്യൽ സർവീസ്, സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഒരു എന്താ പറയാൻ ഒരു എക്സ്പീരിയൻസ് കൂടി അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് എല്ലാവരും മാതൃകയാക്കണം. കാരണം സമൂഹത്തിൽ നിൽക്കുന്ന ഒരാളായിരിക്കും ഡോക്ടർ, അല്ല വളരെ വ്യത്യസ്തനാകാൻ പാടില്ല. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു എല്ലാ രീതിയിലും. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ സെഷനോട് അവസാനിപ്പിക്കുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ശുഭനിദ്ര. നമസ്കാരം. താങ്ക് യു.